നിരവധി ആളുകളാണ് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. അതായത് ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. തങ്ങളുടെ ഉറ്റവരും അതുപോലെ തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവരും ഉള്ള സ്ഥലത്തേക്ക് എത്തുന്നവരുണ്ട്. പന്തല്ലൂരിൽ നിന്ന് അത്തരത്തിലെത്തിയ ഒരു വ്യക്തിയോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇവിടെ ആരാണ്? ഞാനിവിടെ മുണ്ടക്കയിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. എൻ്റെ ഭാര്യ കൂടെ ഇവിടെയാണ്. അമ്മോശനും അമ്മയും എല്ലാവരും ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. അവരെ മൊത്തം ഫാമിലി ഇവിടെയാണുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി 2 മണിയോട് കൂടെയാണ് ഈ ദുരന്തം ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞത്. ഇന്നലെ രാത്രി 2:30 മണിക്ക് അവർക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ വീട്ടിലുണ്ട്, വീട്ടിൻ്റെ മുന്നിൽ ഫുള്ളായിട്ട് മണ്ണ് വന്ന് അടഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇവരും കുടുംബക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. ഇതുവരെ ഒരു കോൺടാക്റ്റും ഇല്ല. അവിടെ മദ്രസയിലും പിന്നെ റിസോർട്ടിലൊക്കെ ആയിട്ട് കുറച്ച് പേര് മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് അവർക്കൊക്കെ വിളിച്ചു നോക്കുമ്പോൾ അവരെ കൂട്ടത്തിലൊന്നും ഇവരില്ല. അടുത്തുള്ള വേറെ ആൾക്കാരെ വിളിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, അടുത്തുള്ള ഒരു 4-5 വീടുണ്ട്. ആ 4-5 വീട്ടിലത്തെ എല്ലാ ആൾക്കാരും മിസ്സിംഗ് ആണ്. ആരെ പറ്റി ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. മുണ്ടക്കയിലേക്ക് ഒരു വിഭാഗം ആൾക്കാർ NDRFിൻ്റെ ആൾക്കാർ പോയിരുന്നു. അപ്പോൾ അതിനെ പറ്റി എന്തെങ്കിലും വിവരം അവർ വന്നിട്ട് എന്തെങ്കിലും വിവരങ്ങൾ തരുവാണ്? ഇല്ല, അവർ പോയിട്ട് എന്താ പറഞ്ഞു വെച്ചാൽ പള്ളി വരെ ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. മുണ്ടക്കൈ ജുമാ മസ്ജിദ് വരെ, പള്ളിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. നിങ്ങളിപ്പം എപ്പോഴാണ് ഇങ്ങോട്ട് എത്തിയത്? ഞങ്ങൾ രാവിലെ 9:30 മണിയോട് കൂടി എത്തിയിട്ടുണ്ട് ഇവിടെ. മറ്റ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ആ പാലത്തിൻ്റെ അവസ്ഥ അങ്ങനെ ആയത് കാരണം ഇപ്പോഴാണ് മറ്റേ CPRFിൻ്റെ ഔദ്യോഗികമായിട്ട് കയറെല്ലാം റോപ്പെല്ലാം കെട്ടിയിട്ട് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ കുറച്ച് പേരെ കൊണ്ടുവന്ന് പുറത്തേക്ക് ആക്കിയിട്ടുള്ളത്. അതുപോലെ ചെയ്യല്ലാണ്ട് ഇപ്പോൾ വേറൊരു രക്ഷയും നമുക്കും അറിയുന്ന സംവിധാനമാണ്, വേറൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് കവുങ്ങുമരൊക്കെ വെട്ടിക്കൊണ്ടുപോയിട്ട് പാലന്മാർ താൽക്കാലികമായിട്ട് ഇട്ടിട്ടുള്ള സംവിധാനം നടന്നു കൊടുക്കുന്നുണ്ട്. മുണ്ടക്കയിൽ എവിടെയായിട്ടായിരുന്നു ഭാര്യ? മുണ്ടക്കൈ പള്ളി കഴിഞ്ഞിട്ട് പുഞ്ചിരിമട്ടം എന്ന് പറയും. പുഞ്ചിരിമട്ടത്തിൽ പടിക്കപ്പറമ്പിലാണ് വീട്ടുപേര്. അവസാനമായി ഫോൺ വിളിച്ചത് ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. ഇത്തരത്തിൽ നിരവധി പേരാണ് തങ്ങളുടെ ആളുകളെ നോക്കി, തങ്ങളുടെ ഉറ്റവരെ നോക്കി, അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നോക്കി ഇത്തരത്തിൽ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അതായത് മുണ്ടക്കയത്തിൽ നിന്നും ഓരോരുത്തരെയായി റെസ്ക്യൂ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് തങ്ങളുടെ ആരെങ്കിലും ആയിരിക്കണേ, അല്ലെങ്കിൽ തങ്ങളുടെ സ്വന്തമുള്ള ആയിരിക്കണേ എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് അതിൽ ആശ്വസിച്ച് നിൽക്കുന്ന നിരവധി പേരെയാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിരവധി പേരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇദ്ദേഹം ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. തൻ്റെ ഭാര്യയുടെ കുടുംബം ഉണ്ടായിരുന്ന സ്ഥലമാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത്. പക്ഷേ യാതൊരു വിവരവുമില്ല. അത്തരത്തിൽ ഈ സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ, എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് തന്നെയാണ് ഇവർ ഇവിടെ നിൽക്കുന്നത്.